ഓക്കെ. ഹണിക ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്നേ ഞാൻ ചെയ്യാൻ പോകുന്നത് വാത്ത്, നമ്മുടെ നാട്ടിലെ താറാവ്. ഇവിടെ താറാവിനെ കിട്ടാൻ ഇത്തിരി പാടാ, എങ്കിലും താറാവിനെ എനിക്ക് കിട്ടി. ഞാനിവിടെ വന്നു, നമ്മുടെ ഈ കടയിൽ വന്നിട്ട് താറാവിനെ എടുത്തു. ഇത് കട്ടി ചെയ്യുന്ന ചേരുവകളായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2-3 പൂവ്, പട്ട, ഗ്രാമ്പൂ, പിന്നെ കുറച്ച് ഗരം മസാല, കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക്, പെപ്പർ, ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് മതി. എനിക്ക് കുറച്ച് കുരുമുളകും കൂടെ വേണം. കുറച്ച് കുരുമുളകും കൂടെ ഇട്ട് ഇവനെ അങ്ങോട്ട് വേവിക്കാം. ഫസ്റ്റ് നമ്മൾ എന്നിട്ട് കുറച്ച് സവാള അരിഞ്ഞതും ഇതിൻ്റെ കൂടെ കുറച്ച് നമ്മൾ വഴറ്റത്തോളൂ. ഇതിൻ്റെ കൂടെ ഇടുക. ഇതിൽ കുറച്ച് ഇഞ്ചി, കുറച്ച് ചെറിയുള്ളി, പിന്നെ കുറച്ച് പച്ചമുളക്, കുറച്ച് ഇഞ്ചി, ഇവനെ എല്ലാം കൂടെ കുറച്ച് തക്കാളി, ഇവനെ എല്ലാം കൂടെ ഇട്ടിട്ട് ഇവനെ അങ്ങോട്ട് ഒരു നല്ല പോലെ മാഗ്നേറ്റ് ചെയ്യും. മാഗ്നേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നല്ല മാഗ്നേറ്റ് ചെയ്ത് നല്ലപോലെ ഇളക്കി സംഭവം കൊടുക്കാം. നമ്മളെ കുറച്ച് കറിവേപ്പില അതിനകത്ത് നോക്കണം. കറിവേപ്പില നല്ലപോലെ മിക്സ് ചെയ്യാം. കുറച്ചൊക്കെ തറയിലൊക്കെ കഴിക്കണം. അതൊക്കെ ഇപ്പോൾ ആരെങ്കിലൊക്കെ വന്ന് കഴിക്കണം. നല്ലപോലെ സെറ്റാക്കി മാഗ്നേറ്റ് ചെയ്ത് നമ്മൾ കുറച്ച് ഇതിൻ്റെ കൂടെ കുറച്ച് എണ്ണയോടെ വെച്ച് കൊടുക്കാം. ഇതിനകത്ത് ശരിക്കും നല്ല നീരുണ്ട് ഈ താറാവിൽ. അപ്പം ഇനി ഇളക്കി സെറ്റാക്കി മഞ്ഞൾ സെറ്റാക്കിയിട്ട് ഈ ആശാക്കിയെ ഒരു കുറച്ച് നമ്മുടെ ഈ പെരുംജീരകം അതൊന്ന് ചതച്ചൊന്ന് കിട്ടണം. അപ്പോൾ ആ കല്ല് കഴുകി വെച്ചോ. ശരി, ചതയ്ക്കാറുണ്ട്. ഇത് പത്താത് ഇതോ ഒരു കരിയാപ്പില പിശുക്ക്. ഇന്റെ കരിയാപ്പിലേ ഇല്ല. എൻ്റെ കരിയാപ്പില തരാൻ പറഞ്ഞ ചെയ്ത പണി കേട്ടോ. ഇത് ഇത്ര ഇട്ടു. എന്നിട്ട് നമ്മൾ അതിന് ഇച്ചിരി നേരം നമ്മളിതിനെ കുക്കറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുക്കറിലേക്ക് നമ്മളിതൊന്ന് പഞ്ഞ. അപ്പം കുക്കറിലേക്ക് നമ്മളൊന്ന് ഇട്ട് കൊടുത്ത് ഒരു കപ്പ് പനി കുക്കറിലോട്ട് നമ്മളൊന്ന് ഇട്ട് സെറ്റാക്കി. അപ്പം ബാക്കി നമുക്ക് കരിയാപ്പില സെറ്റാക്കി. പിന്നെ ഇനി ആവശ്യമുണ്ടാകും കറിവേപ്പില. ഇതൊന്ന് കുറച്ച് പെരുംജീരകം ഇരിക്കണം. ഇടിച്ചും കൂടെ പെരുംജീരകം കൂടെ കിട്ടണം. പിന്നെ നമ്മളിന്ന് അതിനകത്ത് മോനെ ശരി ഇത് കഴിയ പോലെ പണി ശക്കല നമ്മൾ ആ മാഗ്നേറ്റ് ചെയ്ത ചട്ടി ഇടണം. ആ ചട്ടിയിൽ തന്നെ ഇച്ചിരി വെള്ളം അടപ്പം കൊണ്ട് കഴുകി നമ്മൾ അതിനകത്ത് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. കോഴിയെ പോലല്ല, വെള്ളാറളത്തി താറാവാണ്. വേവുള്ള സാധനം. അവനെ ഒരു 2-3 പിസിലടിച്ച് കഴിഞ്ഞാൽ നല്ല പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ടേസ്റ്റിൻ്റെ ഒരു ആസാനുണ്ട്. ഉപ്പ് അതിട്ടില്ല. അപ്പോൾ നമ്മൾ ആവശ്യം കറക്റ്റായിട്ട് മതി. ഓവറായാലും അമർന്ന പ്രശ്നമാണ്. അപ്പോൾ അത് മതി. അപ്പോൾ ഉപ്പിട്ട് അപ്പോൾ നമ്മളിങ്ങനെ കുക്കറിലേക്ക് 10 മിനിറ്റ് ഇരുന്നു വെച്ചിട്ട് അതിലൊന്ന് മൂടി കൊടുക്കാം. അങ്ങനെയൊന്ന് കഴിക്കാൻ അടച്ചതിന് ശേഷം ഇതിലിരിക്കുന്ന ചട്ടി എടുത്ത് ഇങ്ങോട്ട് വയ്ക്കാം. എന്നിട്ട് ഇങ്ങോട്ട് ഫ്രീ നമ്മുടെ സ്റ്റവിലേക്ക് മോനെ ജീരകം ഇട്ടോ, പെരുംജീരകം. പെരുംജീരകം അവളിപ്പോഴാണ് എനിക്ക് കിട്ടിയത്. അപ്പം പെരുംജീരകം ഇട്ടു. നമ്മളെ ക്യാമറ ഇങ്ങോട്ടൊന്ന് തിരിച്ചു കൊടുത്താലേ നിങ്ങൾക്ക് അതൊന്ന് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ പെരുംജീരകം ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. എല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട്, സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് നല്ല പോലെ ഒന്ന്
മൂടി കൊടുക്കാം. നല്ലപോലെ മൂടി. അപ്പം നമുക്ക് ഇനി എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് ഗ്യാസ് കത്തിക്കണം. കത്തിച്ചു. ഓക്കെ, ഇനി കത്തിച്ചു. ഇനി അവനവിടെ ഇരിക്കും. ഇവിടെ വന്നിട്ട് ഒരു 5-6 ദിവസം നമുക്ക് ഇതിൻ്റെ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. പകുതി ഇവിടെ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു. നമ്മൾ എണ്ണ പാനിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് കൊടുക്കും. ചുണ്ണമതി വയ്ക്കുക. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുക, നമ്മുടെ ചൂടായില്ലെന്ന് തോന്നും. അത് കുറച്ച് തിരിഞ്ഞായി ചെറുള്ളി, നമ്മുടെ സംഭവം, ഇഞ്ചി, വെളുത്തുള്ളി, ഇതിനെല്ലാം നമുക്ക് കൊടുത്ത് നന്നായിട്ട് നല്ലതായിട്ടുള്ള മഞ്ഞളൊക്കെ അപ്പോൾ നമ്മുടെ വേവിച്ച് വെച്ച അങ്ങോട്ടിട്ട് നന്നായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അറിഞ്ഞ് നമുക്ക് ഇച്ചിരി വെള്ളം അത്ര ഇതിൻ്റെ അടുപ്പടാം. ഉണ്ടാ ഇതിൻ്റെ മട്ടൺ വേഗം വെപ്പിക്കുന്നത്. ഞാനിപ്പോൾ അത് ചെയ്യാൻ പോവാം. ഞാൻ കയ്യൊന്ന് മറ്റേ ഇത് ചെയ്യണം. അവന് അമ്മയ്ക്ക് ചോറും തട്ടില്ല. ഹലോ, പറ. ആ